എന്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്തായി കാണണേ? മധുവേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടില് സാരിയും ബ്ലൗസോ? ആരാ? വരൂ, ഇരിക്കൂ. ഞാൻ ഇരിക്കുന്നേ. എനിക്കിവിടെ ആരും പരിചയമായിട്ടില്ല. മധുവേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്തുള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാന്ന്. എന്താ പേര്? ശാന്തി. എന്റെ പേര് ഇന്ദുന്നാ. ഞാനിവിടുത്തെ വേലക്കാരി അച്ഛമ്മേ. വേലക്കാരിയോ? ക്ഷണിക്കടി. ഞാനൊന്ന് ഇരിക്കാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് ചാടിക്കയറി ഇരിക്കുക. നീ ഇവിടെ വേലയ്ക്ക് വന്നതാണോ അതോ വേല ഇറക്കാൻ വന്നതാണോ? നിന്നെ കാണാനും കൊള്ളാലോടി. അതെന്താ വേലക്കാരിക്ക് സൗന്ദര്യം പാടില്ല? ന്യായം പറയാ. സൗന്ദര്യമൊക്കെ ആവാം, ഒരു തെറ്റുമില്ല. പക്ഷേ അതിവിടെ വേണ്ട. നീ പൊയ്ക്കോ. അപ്പൊ ജോലിക്ക്? വേണ്ട, പറഞ്ഞില്ലേ. നീ വരണ്ട. നിന്റെ വീട്ടില് വയസ്സായ വല്ലവരും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്. എന്നാലേ 98 വയസ്സായ എന്റെ മുത്തശ്ശി ഉണ്ട്, അവര് മതി. ആ മൗസാറിന്റെ കാര്യം പോക്കാ. അമ്പടി കേമി, അവള് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെ മയക്കാൻ നടക്കുന്നു. ഹായ്, മധു ഉണ്ടോ? ഇല്ല, ഉണ്ണാൻ പോണേ ഉള്ളൂ. ഹോ, എങ്ങോട്ട് നോക്കിയാലും പെണ്ണുങ്ങള്. ഇതന്നെയാ മധുവേട്ടൻ പറഞ്ഞത്. അയൽവാസികളൊക്കെ നല്ല സ്നേഹമുള്ളവരാന്ന്. ദൈവമേ, ഇമ്മാരി അയൽവാസികളുടെ ഇടയിൽ എങ്ങനെ ജീവിക്കുക? നീ എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഭഗവത്ഗീതയിലെ 2 ശ്ലോകം ചെല്ലുമായിരുന്നു. ദേഷ്യത്തിലാണല്ലോ. എന്തു പറ്റി മോളൂന്? വീട് ഇഷ്ടപ്പെട്ടില്ലേ? സുഖിപ്പിക്കില്ലേ?